التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب يسر ولا تعسر، رب زدنا علما وحلما وأدبا كاملا، رب تمم بالخير والسعادة وبك نستعين. الحمد لله. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇബ്നു ഹിഷാം റഹ്മഹുല്ല രചിച്ച നഹ്വിലെ അറിയപ്പെട്ടൊരു കിതാബാണ് ഖത്റുൻ നദ. അതിൻ്റെ ഷറഹോടുകൂടി അതിൻ്റെ ഷാരിഹ് അഷെയ്ഖ് ഉസ്മാൻ ഇബ്നു ജമാലുദ്ദീൻ, പൊന്നാനിക്കാരനായ അഷെയ്ഖ് ഉസ്മാൻ ഇബ്നു ജമാലുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ ഷറഹ് ഹിജ്റ 991 ഷാരിഹ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഐനുൽ ഹുദ എന്ന ഷറഹോടു കൂടിയാണ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. ഇബ്നു ഹിഷാം റഹ്മഹുല്ല എല്ലാവർക്കും നഹ്വിൽ വളരെ പരിചയമുള്ള വലിയ ഇമാമാണ്. ഹിജ്റ 708 ജനിച്ച് 761 മരണപ്പെടുന്നത്. അബൂ മുഹമ്മദ് അബ്ദുല്ലാഹ് ജമാലുദ്ദീൻ ബിനു യൂസുഫ് ബിനി അഹ്മദ് ബിനി അബ്ദുല്ലാഹ് ബിനി ഹിഷാം, ഷാഫിഈയുൽ മദ്ഹബ് ഷാഫി മദ്ഹബുകാരനാണ്. ഇബ്നു ഹിഷാം എന്നാണ് അറിയപ്പെടുന്നത്. ഏതായാലും നമ്മൾ വല്ലാതെ വിശദീകരിക്കാതെ കിതാബിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി മുവജ്ജിഹി മൻ യശാഉ നഹ്വൽ ഹുദാ. അൽഹംദുലില്ലാഹ്, എല്ലാ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ഇത് അള്ളാഹുവിനെ നമ്മൾ സനാ ചെയ്യലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളും സിഫാത്തുകളും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു കുറവും അതിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എല്ലാ നിലക്കും കമാലിയത്ത്, എല്ലാ നിലക്കും പരിപൂർണതയുള്ള അള്ളാഹുവിൻ്റെ സിഫാത്തുകളെയും അസ്മാവുകളെയും കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ റബ്ബിന് നമ്മൾ ഹംദ് ചെയ്യാൻ അൽഹംദുലില്ലാഹ്. അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, ധാരാളക്കണക്കിന് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം അതിനും നമ്മൾ അള്ളാഹുവിനെ എന്ത് ചെയ്യണം? സ്തുതിക്കാൻ. അപ്പം എങ്ങനെ നമ്മൾ അൽഹംദുലില്ലാഹ്, ഇപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ ഓതാറുണ്ടല്ലോ. അതിലൊരു നമ്മളോട് അള്ളാഹുവിനെ ഹംദ് ചെയ്യാനുള്ളൊരു കൽപ്പന അതിലുണ്ട് നമ്മളോട്. കാരണം ആ ഹംദിനെ അർഹനാക്കിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു. മുവജ്ജിഹി, ലില്ലാഹ് എന്ന അള്ളാഹ് എന്ന ലഫ്ദുൽ ജലാലക്ക് സിഫത്താണ്. മുവജ്ജിഹി, തിരിച്ചുവിടുന്നവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. മൻ യശാഉ, താൻ ഉദ്ദേശിക്കുന്നവരെ, മൻ യാതൊരുത്തരെ, യശാഉ അള്ളാഹു ഉദ്ദേശിക്കുന്ന എന്നർത്ഥം. അപ്പോൾ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ തിരിച്ചുവിടുന്നവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽ മുവജ്ജിഹ് എന്നുള്ളത് അവിടെ സിഫത്ത് മുഷബ്ബഹാണ്. കാരണം ദവാമു സുബൂത്തിൻ്റെ മാന ഉണ്ട് അവിടെ എന്ന്. ഇപ്പോൾ അത് സ്ഥിരമാണ്, അത് ഇല്ലാതായി പോകുന്നില്ല, ദവാമു സുബൂത്ത്. അതുകൊണ്ട് ഇവിടെ ഈ മുവജ്ജിഹിനെ മണ്ണിലേക്കുള്ള ഇദാഫത്ത് മാനവിയ ഇദാഫത്താണ്. അതുകൊണ്ട് അവിടെ സിഫത്താന്ന് പറഞ്ഞത്. മൻ യശാഉ, താൻ ഉദ്ദേശിക്കുന്നവരെ തിരിച്ചുവിടുന്നവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. എങ്ങോട്ട്? നഹ്വൽ ഹുദ എന്ന് പറഞ്ഞാൽ ഇല്ല ത്വരീഖുൽ ഹുദ എന്ന് ഉദ്ദേശം, ഹുദയുടെ പാതയിലേക്ക്, ഹുദയുടെ മാർഗത്തിലേക്ക്. അപ്പോൾ മൻ യശാഉ നഹ്വ എന്നുള്ളത് രണ്ടാം മഫ്ഊലും സാനി എന്ന അടിസ്ഥാനത്തിൽ മൻസൂബാണ് എന്ന് പറഞ്ഞവരൊക്കെ കാണാൻ പറ്റും. അപ്പം മൻ യശാഉ തൗജീഹഹു നഹ്വൽ ഹുദ എന്ന ഉദ്ദേശം, ഹുദക്ക് നേരെ, ഹുദയുടെ പാതയിലേക്ക്. ആരെയാണോ അള്ളാഹു തിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നവന് അവനെ ഹുദയുടെ സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചുവിടുന്നവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും.
വസ്സലാത്തു, സ്വലാത്തും വസ്സലാമും സലാമും ഉണ്ടാവട്ടെ അലാ സയ്യിദിന, നമ്മുടെ നേതാവായ, അതായത് മുഹമ്മദിൻ, അത്ഫ് ബയാനോ ബദ്രൊക്കാക്കാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. അപ്പോൾ അത് ജുംല മുബ്തദ ഖബറാണെങ്കിലും മാന അവിടെ ഇൻഷാഇയാണ്. കാരണം ദുആ ആണ്. നബി സല്ലല്ലാഹു, നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. മുഹമ്മദിൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഹുമ്മിദയിൽ നിന്നാണ് മുഹമ്മദ്, ഹുമ്മിദയിൽ നിന്നുള്ള ഇസ്മു മഫ്ഊലാണ്. ഇനി അടുത്തത് അർഫഇ മൻ നുസിബ ലിഖഫ്ദിൽ ഐദ. അപ്പോൾ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അർഫഇ എന്ന് പറഞ്ഞാൽ അത്യുന്നതനായ, ഉന്നതനായ. അർഫഇ മൻ ഇവിടെ ഈ ഇദാഫത്ത് മാനവിയാണ്, അത് നമ്മൾ സിഫത്ത് എന്ന് പറഞ്ഞത്. അർഫഇ മൻ യാതൊരു കൂട്ടരിൽ അത്യുന്നതനായ. നുസിബ എന്ന് പറഞ്ഞാൽ ഇവിടെ ബോയ്സിൻ്റെ ഉദ്ദേശമാണ്. നിയോഗിക്കപ്പെട്ടവരിൽ ഏറ്റവും ഉന്നതനായ. എന്തിനു നിയോഗിക്കപ്പെട്ടു? ലിഖഫ്ദിൽ ഐദ, ശത്രുക്കളെ പരാജയപ്പെടുത്താൻ. താഴ്ത്തെന്ന് പറഞ്ഞാൽ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടി. ഐദ എന്ന് പറഞ്ഞാൽ അദുവിൻ്റെ ജമ്മ്, ഐദാൻ്റെ മാന അദ. അപ്പം ശത്രുക്കളെ ഹഫ്ദ് ചെയ്യാൻ വേണ്ടി, താഴ്ത്താൻ വേണ്ടി, പരാജയപ്പെടുത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരിൽ ഉന്നതനായ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, നമ്മളെ വിഷയം നഹ്വാണല്ലോ, റഫ്ഉൻ നസ്ബും ജറൊക്കെ. അപ്പോൾ അതിലേക്ക് സൂചിപ്പിച്ച് തുടക്കത്തിലെ മുസന്നിഫ് അർഫഇ, നുസിബ, ഹഫ്ദ് എന്ന് സൂചിപ്പിച്ചല്ലോ. ഇത് നമ്മൾ ഇൽമുൽ ബയാനിൽ പഠിക്കുന്നതാണ്, ഈ ഇൽമുൽ ബദിയയിൽ നമ്മൾ പഠിക്കുന്നതാണ്. ബറാഅത്തുൽ ഇസ്തിഹ്ലാലാണ് ഈ ഉപയോഗം. ഇപ്പോൾ മുസന്നിഫ് ഇതിൻ്റെ തുടക്കത്തിലെ ഇതിലേക്കുള്ള ഈ ബുക്കിൽ നമ്മൾ പറയാൻ പോകുന്ന നഹ്വിൻ്റെ ചർച്ചകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു സൂചന എന്ന നിലക്ക് മുസന്നിഫ് അർഫഇ, റഫ്ഉ, നസ്ബ്, ഹഫ്ദ് ഉപയോഗിച്ചുകൊണ്ട് അത് ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ ആ പ്രയോഗമാണ്. അപ്പോൾ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ മുഹമ്മദ് അർഫഇ സിഫത്താണ്, മൻ ഇദാഫത്ത് മാനവിയാണ് അവിടെ. നുസിബ മാന ബുഇസ. ഇനി വബഅദു, ഹംദും വബഅദു എന്ന് പറഞ്ഞാൽ വബഅദൽ ഹംദലത്തി വസ്സലാ, ഹംദിനും സ്വലാത്തിനും ശേഷം എന്നർത്ഥം. ഫഹാദ എന്ന് പറഞ്ഞാൽ മുസന്നിഫ് ഷാരിഹ്, ഇത് ഷാരിഹിൻ്റെതാണല്ലോ, ഷാരിഹ് പറയാൻ. അപ്പോൾ ഫഹാദ എന്ന് പറഞ്ഞാൽ മാഫി സിഹ്നിലുള്ള, അപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങളാണ് എഴുതാൻ പോകണേ ഉള്ളൂ. അപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ ഈ എഴുതാൻ പോവുകയാണ്, ഷറഹെയ്താൻ പോവാണ്, ഷാരിഹ് ഷറഹെയ്താൻ പോവാണ്. അപ്പോൾ ഫഹാദ ഇത് എന്ന് പറഞ്ഞാൽ മാഫി സിഹ്നി, ദിഹ്നിലുള്ള ഈ ഒന്ന്. മാ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഷർഹുൻ, ഒരു ഷർഹാൻ ഉദ്ദേശം. മാ ഒന്നാണ്. ഹാദാ മുബ്തദ, മാ ഖബർ. മാ ഒരു ഷർഹാൻ. എങ്ങനത്തെ ഷർഹാൻ? യഹ്താജ ഇലൈഹി, അതിലേക്ക് ആവശ്യമായിട്ടുണ്ട്, അൽ മുതഅല്ലിമൂന, പഠിതാക്കൾ, സവുൽ ഇബ്തിദാ, ആരംഭമുടയ. സവുൽ ഇബ്തിദാ എന്ന ആരംഭമുടയ, തുടക്കക്കാരായ മുതഅല്ലിമീങ്ങൾക്ക്, പഠിതാക്കൾ ആവശ്യമായിട്ടുള്ളതായൊരു ഷർഹാകുന്നു ഇത് എന്നാണ്. മുസന്നിഫ് എഴുതാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ മനസ്സിലുള്ള കാര്യങ്ങൾ വെച്ച് മുസന്നിഫ് പറയാണ്, ഞാൻ എഴുതാൻ പോകുന്ന ഷറഹ് മാ ഒരു ഷർഹാണ്. ഷാരിഹ് പറയാണ് യഹ്താജ് ഇലൈഹി, അതിലേക്ക് ആവശ്യക്കാരായിട്ടുണ്ട് അൽ മുതഅല്ലിമൂന, പഠിതാക്കൾ. എങ്ങനത്തെ പഠിതാക്കളാണ്? സവുൽ ഇബ്തിദാഇ, ആരംഭക്കാരായ, ആരംഭമുടയ, തുടക്കക്കാരായ എന്നൊക്കെ പറയാം. പിന്നെ വീണ്ടും സിഫത്ത്, പിന്നെ അങ്ങനെയുള്ളവരാണ് അൽ മുതഅത്തിശൂന. തഅത്തശ എന്ന് പറഞ്ഞ ഒരു മാന അർറാഗിബൂന റഗ്ബത്തൻ ഷദീദ, അതിയായി ആഗ്രഹിക്കുന്നവർ. തഅത്തശൻ്റെ ഒരു മാനാണ് അർറാഗിബൂന റഗ്ബത്തൻ ഷദീദ. അപ്പോൾ അങ്ങേ മുതഅത്തിശൂന എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരായ. അപ്പോൾ എങ്ങോട്ട്? ഇലത്തറവി, എൻ്റെ മുതഅല്ലക്ക് അൽ മുതഅത്തിശൂന. ഇലത്തറവി എന്ന് പറഞ്ഞാൽ
ദാഹമകറ്റുന്നതിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരായിട്ടുള്ള പ്രാരംഭക്കാരായിട്ടുള്ള ആരംഭമുടയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ഷർഹാകുന്നു ഇത് എന്നാണ്. ഇലത്തറവിൻ്റെ മുതഅല്ലഖ് മുതഅത്തിശൂന. ഇലത്തറവി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ച്, തറവാന്നെന്താ ദഫുൽ ആത്തിഷ് ബിഷുർബി എന്നല്ല, കുടിച്ച് ദാഹമകറ്റാന്നാണ്. അപ്പോൾ അവിടെ ഈ ദാഹമകറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഇസാലത്തുൽ ജഹ്ലാണ്, അജ്ഞത നീക്കുക എന്നതിൻ്റെ ഉദ്ദേശം. ദാഹമകറ്റുക എന്ന് പറഞ്ഞാൽ അജ്ഞത നീക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. എന്തുകൊണ്ടില്ല തറവി ബിഖത്രിന്നദ. ബിഖത്രിന്നദ മുതഅല്ലഖ് തറവി, ഇലത്തറവിന മുതഅല്ലഖ് മുതഅത്തിശൂന. അപ്പോൾ ഖത്റുന്നദ കൊണ്ട്, ഖത്റ് എന്ന് പറഞ്ഞാലും ഖത്റ് മത്തറിന് മഴയ്ക്ക് നമ്മൾ പൊതുവെ പറയുന്നതാണ്. അതുപോലെ നദ എന്ന് പറഞ്ഞാലും എന്താണ് മഴയ്ക്ക് പറയലുണ്ട്. ഖത്റ് തുള്ളിക്കും പറയും. അപ്പോൾ മഴത്തുള്ളി എന്ന് വെക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ ഖത്റുന്നത കൊണ്ട് ദാഹം ശമിപ്പിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നവരായ എന്നർത്ഥം. അതിയായി ആഗ്രഹിക്കുന്നവരായ, ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത് ഷാരിഹ്? ജഹ്ലിനെ ആത്തിഷിനോട്, ദാഹത്തോട്, അജ്ഞതയെ ദാഹത്തോടാണ് ഇവിടെ തശ്ബീഹാക്കിയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? ദാഹം വന്നാണ് അകറ്റുക എന്നുള്ളത് അത് വാജിബായ കാര്യമാണ്. എന്നതുപോലെ തന്നെ ജഹ്ലുണ്ടാകുമ്പോൾ അത് അകറ്റണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ജഹ്ലിനെ ഷാരിഹ്, മുസന്നിഫ് എന്നോട് ഉദ്ദേശം ഷാരിഹ് ആത്തിഷിനോട് സാദൃശ്യപ്പെടുത്തിയത്. അപ്പോൾ ഖത്റുന്നത കൊണ്ട് ദാഹം ശമിപ്പിക്കുന്നതിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരായ ആരംഭമുടയ തുടക്കക്കാരായ മുതഅല്ലിമീങ്ങൾ ആവശ്യമായിട്ടുള്ളൊരു ഷർഹാകുന്നിത് എന്നാണ്. വാദിഹയുണ്ടാവും. ലിശൈഖിൽ ഇമാമിൽ ആലിമിൽ അല്ലാമ അബി അബ്ദില്ല ജമാലുദ്ദീൻ മുഹമ്മദ് ബിൻ യൂസുഫ് ബിൻ ഹിഷാം അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ലിശൈഖ് എന്നുള്ളത് നമുക്ക് ഖത്റുന്നത എന്നും കൂടി ഹാലാക്കാം. ഈ ഖത്റുന്നത തന്നെ ലിശൈഖ് അൽ-ഇമാമായ, ആലിമായ, അല്ലാമ. അല്ലാമ എന്ന് പറഞ്ഞാൽ അവിടെ മുബാലഗത്തിനാണ്, മുബാലഗത്തിന് വേണ്ടിയിട്ടാണ് അല്ലാമ. അല്ലാമ അബി അബ്ദില്ലാഹ്, അത് അദ്ദേഹത്തിൻ്റെ കുനിയത്താണ്. പിന്നെ ജമാലുദ്ദീൻ എന്നുള്ള ലഖബാണ്. പിന്നെ മുഹമ്മദ് ബിനു മുഹമ്മദ്, ജമാലുദ്ദീൻ മുഹമ്മദ് ബിൻ യൂസുഫ് ബിൻ ഹിഷാം അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെതായ നിലയിൽ, ഖത്റുന്നത തന്നെ അദ്ദേഹത്തിൻ്റെതായ നിലയിൽ. മുതഅല്ലഖ് അവിടെ മഹദൂഫ എന്ന് വെക്കണം, സങ്കല്പിക്കണം. ഈ ഖത്റുന്നത തന്നെ കായിനൻ അല്ലെ സാബിത്തൻ ലിശൈഖി എന്ന് നമുക്ക് തഖ്ദീർ ചെയ്യാം. റഹ്മത്തുള്ളാഹി അലൈഹി ഖബറിയ ജുംലാണെങ്കിലും ഇൻഷാഇയാണ്, കാരണം ദുആ ആണല്ലോ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അദ്ദേഹത്തിൻ്റെ മേലുണ്ടാവട്ടെ. നഫഅല്ലാഹു ബിഹി, നഫഅല്ലാഹു, അള്ളാഹു ഉപകാരം ചെയ്യട്ടെ, ബിഹി ഇതുകൊണ്ട്. അൽ ജാമിഅ എന്ന് പറഞ്ഞാൽ അല്ല അവിടെ മുദാഫ് ഇലൈഹി തൊട്ട് പകരം വന്നതാണ്. അപ്പോൾ ജാമിഅ അൽ കിതാബി, അൽ കിതാബ് എന്ന മുദാഫ് ഇലൈഹി കളഞ്ഞിട്ട് പകരം വന്നല്ല. അപ്പോൾ നഫഅല്ലാഹു ബിഹി ഇതുകൊണ്ട് അള്ളാഹു ഉപകാരം ചെയ്യട്ടെ, അൽ ജാമിഅ ഈ കിതാബ് ഒരുമിച്ച് കൂട്ടിയവനും, വൽ ഖാരി അവസ്സാമിഅ അവിടെ ഒക്കെ അല്ല് മുദാഫ് ഇലൈഹി തൊട്ട് കളഞ്ഞു വന്നാന്ന് വെച്ചാൽ അൽ ഖാരി അൽ കിതാബി സാമിഅ അൽ കിതാബി നോക്കുക. അപ്പോൾ ഒരുമിച്ച് കൂട്ടിയവനും, ഇത് ഖാരിഇനും വായിക്കുന്നവനും കേൾക്കുന്നവനും, ഫിദ് ദുനിയാ ദുനിയാവിലും, വഗദൻ നാളെ ആഖിറത്തിലും അള്ളാഹു ഉപകാരം ചെയ്യട്ടെ, ആമീൻ. ഇനി മുസന്നിഫ് കലിമത്തിനെ കുറിച്ചുള്ള ചർച്ചയിൽ കിടക്കുക. അൽ കലിമത്തു, കലിമത്തെന്ന് പറഞ്ഞാൽ ഫിൽ ലുഗത്തി, ഭാഷയിൽ കലിമത്തെന്ന് പറഞ്ഞാൽ തുത്ലഖു, അതായത് പറയപ്പെടും, അലൽ ജുമലി, അതായത് മജാസ് എന്ന നിലക്ക് എന്ത് പറയും, ജുംലക്കും എന്ത് പറയുന്നുണ്ട്, ജുമൽ, അലൽ ജുമലി, ജുംലത്തിൻ്റെ ജമ്മാണല്ലോ ജുമൽ. അപ്പോൾ ജുംലക്കും എന്ത് പറയും, ഭാഷയിൽ കലിമത്ത് എന്ന് പറയും. വാചകത്തിനും ജുംലക്കും എന്ത് പറയുന്നുണ്ട്, ഭാഷയിൽ കലിമത്ത് എന്ന് ഉപയോഗിക്കപ്പെടും. അതാണ് ഷാരിഹ് പറയുന്നത്. അൽ കലിമത്തു ബുനിഷാമിൻ്റെതാണ്. കലിമത്ത് ഫിൽ ലുഗത്തി, ഭാഷയിൽ, തുത്ലഖു അതിനെ പറയപ്പെടും, അലൽ ജുമലി ജുംലൻ്റെ മേലും പറയപ്പെടും. ജുമലിൽ മുഫീദായ ജുംലൻ്റെ മേൽ പറയപ്പെടും. ജുംല മുഫീദക്ക്
കലിമത്ത് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഖൗലിഹി തആല, അതിന് ഉദാഹരണം ഏതാ? കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാന. അവിടെ അള്ളാഹുദ് അവൻ പറയുന്ന വെറും വാക്കാണ്, വേണ്ട, തീർച്ചയായും അത് കലിമത്തുൻ ഹുവ ഖായിലുഹ, അത് പറയുന്നവൻ്റെ ഒരു വെറും വാക്കാന്ന് നിൽക്ക് അള്ളാഹ് പറയുന്നുണ്ടല്ലോ. അത് ഇതിനെക്കുറിച്ചാണ് ആ കലിമത്ത് എന്ന് പറഞ്ഞത്. അതായത് റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. അല്ലാഹുവേ റബ്ബിർജിഊൻ, എന്നൊന്ന് മടക്കി തരണേ ദുനിയാവിലേക്ക്. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു എന്നല്ലോ ഈ ജുംലയെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കലിമത്തുൻ എന്നാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? ഭാഷയിൽ ജുംലക്കും ജുംല മുഫീദക്കും കലിമത്ത് എന്ന് പറയും. നേരെ മറിച്ച് വഫിൽ ഇസ്തിലാഹി, നുഹാത്തുകളുടെ ഇസ്തിലാഹിൽ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഖൗലുൻ, ഒരു ഖൗലാണ്. ഖൗല് എന്ന് പറഞ്ഞാൽ മഖൂൽ, പറയപ്പെടുന്നതിന് ഉദ്ദേശം. ഇവിടെ മസ്തറിന മഫൂലിൻ്റെ മാനാക്ക ഉപയോഗിച്ച് നമ്മൾ ലഫ്ദ് മൽഫൂദിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കില്ലേ? ചരിക്കപ്പെടുന്നത് എന്നർത്ഥത്തിൽ ലഫ്ദ് എന്ന് പറയും. എന്നതുപോലെ മക്കൂലാണ്, ചരിക്കപ്പെടുന്ന ഒന്നാണ്, പറയപ്പെടുന്ന ഒന്നാണ്. ഖൗലുൻ, പറയപ്പെടുന്ന, അങ്ങനത്തെ മുഫ്രദായ ഒരു ഖൗലാണ്. ഇനി എന്നെ ഷാരിഹ് പറയാണ്, ഫൽ മുറാദു ബിൽ ഖൗലി, ഖൗല് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹുവൽ ലഫ്ദു. ഖൗല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹുവൽ ലഫ്ദു, അത് ലഫ്ദാൻ, ഒരു ലഫ്ദാൻ, ഒരു മൊഴി, നമ്മൾ വായ കൊണ്ട് ഇങ്ങനെ മൊഴിയുന്ന സാധനമാണ് എന്നർത്ഥം, ഒരു മൊഴിച്ചിലാണ്. ലഫ്ദാണ്. എങ്ങനത്തെ ലഫ്ദാണ്? അദ്ദാലു അലാ മാനൻ, ഒരു മാന, അല എന്നുള്ള മുത്താലക്ക് ദാലു, അദ്ദാലു അലാ മാനൻ, അർത്ഥങ്ങളുടെ മേൽ അറിയിക്കുന്ന, അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന. ഇതുപോലെ റജുലിൻ പോലെ, ഫറസ് പോലെ, റജുല് ഫറസ് എന്നതൊക്കെ ഒരു അർത്ഥത്തെ അറിയിക്കുന്നുണ്ട്. ഒരു പുരുഷൻ, ഫറസ്, കുതിര, അങ്ങനെ അറിയിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു അർത്ഥത്തെ അറിയിക്കുന്നതായ ലഫ്ദിനാണ് ഖൗലി എന്ന് പറയുക, ഖൗലി എന്ന് പറയുക. അപ്പോൾ വബിൽ മുഫ്രദി, മുഫ്രദ് കൊണ്ട് ഉദ്ദേശിക്കുന്നതോ മാ, ഒരു ലഫ്ദാൻ. ലഫ്ദ് നോക്കുക, വെക്കപ്പെട്ട ഒരു ലഫ്ദാൻ നോക്കുക. മാ എന്ന് പറഞ്ഞാൽ ഒരു വെക്കപ്പെട്ട ഒരു ലഫ്ദാൻ. മുഫ്രദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ, ഒരു ലഫ്ദാൻ, അഥവാ ഒരു വെക്കപ്പെട്ട ഒരു ലഫ്ദാൻ. ലാ യദുല്ലു, അറിയിക്കുകയില്ല, ജുസ്ഉഹു, ആ ലഫ്ദിൻ്റെ ജുസ്ഉകൾ, ആ ലഫ്ദിൻ്റെ ജുസ്ഉകൾ അറിയിക്കുകയില്ല. ആ മാൽക്ക് വെക്കണം, മാ എന്ന മൗസൂലാണല്ലോ, ആ മൗസൂലേക്ക് വന്ന ആയതാണ് യദുല്ലു ജുസ്ഉഹു എന്ന ബമീർ. ആ ലഫ്ദിൻ്റെ ഭാഗങ്ങൾ, ജുസ്ഉകൾ അറിയിക്കുകയില്ല. അല ജുസ്ഇ മഅനാഹു, ആ ലഫ്ദിൻ്റെ അർത്ഥത്തിൻ്റെ ഭാഗത്തിൻ്റെ മേൽ അറിയിക്കുകയില്ല. അല ജുസ്ഇ മഅനാഹു, ആ ലഫ്ദിൻ്റെ അർത്ഥത്തിൻ്റെ ജുസ്ഇൻ്റെ മേൽ എന്ത് ചെയ്യൂല? അറിയിക്കൂല. ഓരോന്നെടുത്താൽ ഉദാഹരണം ഇപ്പോൾ പറയാം, നഹ്വു സെയ്ദ് എടുക്കുക. അപ്പോൾ സെയ്ദിൻ്റെ അജ്സാകൾ ഏതാ? സായി, അതേപോലെ തന്നെ യാ, ദാൽ. ഇതാണ് ഈ സെയ്ദിൽ സായി മാത്രം എടുത്താൽ സെയ്ദിൻ്റെ എന്തെങ്കിലും അറിയിക്കോ? കാലോ കയ്യിനെ അറിയിക്കില്ല. യാ മാത്രം എടുത്താൽ അറിയിക്കില്ല. ദാല് മാത്രം എടുത്താൽ അറിയിക്കില്ല. അതാണ് ലാ യദുല്ലു ജുസ്ഉഹു. ഈ സെയ്ദിൻ്റെ സായോ യാ ഓ ദാലോ മാത്രം എടുത്താൽ ആ സെയ്ദ് എന്ന മാനൻ്റെ, ആ സെയ്ദിൻ്റെ ഏതെങ്കിലും ഒരു ജുസ്ഇനെ, ഒരു ഭാഗത്തെ അത് അറിയിക്കുകയില്ല. അതാണ് ഷാരിഹ് പറയുന്നത്. കാരണം അപ്പോൾ ഇന്ന അജ്സാ അഹു, അപ്പോൾ തീർച്ചയായും അജ്സാ അഹു, ഈ സെയ്ദിൻ്റെ, ഹു എന്ന് പറഞ്ഞാൽ സെയ്ദിൻ്റെ അജ്സാകൾ, ലാ തദുല്ലു, അവ അറിയിക്കുകയില്ല, അലാ ഷൈഇൻ, ഒന്നിൻ്റെ മേലും. അതെന്തിനാൽ? മിൻ മാനാഹു, അലാ ഷൈഇൻ മിൻ മാനാഹു എന്ന് പറഞ്ഞാൽ മിൻ മാനാഹു പറഞ്ഞാൽ മിൻ മാനാ സെയ്ദിൻ, സെയ്ദ് എന്ന ദാത്തിൻ്റെ, ആ സെയ്ദിൻ്റെ അർത്ഥത്തിൽ എന്തെങ്കിലും ഒന്നിനെ അറിയിക്കൂല. സായി മാത്രത്ത കാലി അല്ലെ കണ്ണ്, അങ്ങനെ അറിയിക്കൂല. ബിഖിലാഫി ഗുലാമി സെയ്ദിൻ എന്ന് പറഞ്ഞാൽ ബിഖിലാഫി ഖൗലിന ഗുലാമു സെയ്ദിൻ, നമുക്ക് ഗുലാമു സെയ്ദിൻ എന്ന് നമ്മൾ പറയുന്നതിനെതിരായിക്കൊണ്ട്. കാരണം ഗുലാമു സെയ്ദ് എന്ന് പറയുമ്പോൾ ഫഇന്ന കുല്ലം മിൻ ജുസ്ഇഹി, അതിൻ്റെ ജുസുകൾ ഏതാ? ഗുലാമു സെയ്ദ, സെയ്ദിൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടി ഒരു ഭാഗം, സെയ്ദ് ഒന്ന്. അപ്പോൾ ഫഇന്ന കുല്ലം മിൻ ജുസ്ഇഹി, ഈ ഗുലാമു സെയ്ദിൻ എന്നുള്ളതിൻ്റെ എല്ലാ ജുസുകളും, അഥവാ രണ്ട് ജുസ്ഉം, വഹുമാതേതൊക്കെയാണ്? അൽ ഗുലാമു വ സെയ്ദു എന്നാണ്. അൽ ഗുലാമു വ സെയ്ദ്, അത് ഫഇന്ന കുല്ലം മിൻ ജുസ്ഇഹി ദാലുൻ എന്ന ഇന്നൻ്റെ ഖബറിൻ്റെ ഇടയിൽ വന്നൊരു മുഅ്തരിദായ ജുംലാണ്. ഹുമാ അൽ ഗുലാമു വ സെയ്ദുൻ എന്നുള്ളത് ജുംല മുഅ്തരിദായ ഒരു ജുംലാണ്, ഇന്നാൻ്റെ ഇസ്മിൻ്റെ ഖബറിൻ്റെ ഇടയിൽ വന്ന്. അപ്പോൾ ഇതിന് ഇറാബുണ്ടാൽ എന്തുണ്ടാവില്ല, മഹല്ലുണ്ടാവില്ല. അപ്പോൾ വഹുമാ, ഈ ഗുലാമും സെയ്ദും, അഥവാ അതാണ് അതിൻ്റെ ജുസുകൾ. ഫഇന്ന കുല്ലം മിൻ ജുസ്ഇഹി,
അതിലെ ഓരോ കുല്ലമിൻ ജുസ്ഇഹി ഗുലാമു സൈദിൻ്റെ ഓരോ ജുസ്ഉകളും ദാലുൻ കുല്ലുക്ക് മടക്ക ദാലുൻ ഖബർ അതറിയിക്കും അലാ ജുസ്ഇ മഅനാഹു ആ ഗുലാമു സൈദിൻ എന്നുള്ള അർത്ഥത്തിൻ്റെ ഭാഗത്തിൻ്റെ മേലെ അതറിയിക്കും. അലാ ജുസ്ഇ മഅനാഹു അലാ ജുസ്ഇൻ്റെ മുതല്ലഖ് അത് ദാലാണ്. ദാലുൻ അലാ ജുസ്ഇ മഅനാഹു ഹൂൻ മഅനാഹു എന്നുള്ള ഗുലാമു സൈദിൻ എന്നുള്ള അർത്ഥത്തിൻ്റെ ഭാഗത്തിന് അത് അറിയിക്കും. നമ്മൾ ഗുലാമു സൈദിൻ സെയ്ദിൻ്റെ കുട്ടി. അപ്പോൾ ഗുലാം എന്ന ജുസ് എടുത്താൽ കുട്ടി എന്നുള്ളത് അറിയിച്ചിടും. സെയ്ദ് എന്ന് പറഞ്ഞാൽ സെയ്ദിൻ്റെ മേലും അറിയിക്കും. അപ്പോൾ അർത്ഥത്തിന് സെയ്ദിൻ്റെ കുട്ടി എന്നുള്ളൊരു ഭാഗത്തിൻ്റെ മേൽ ഒരു ജുസിൻ്റെ മേൽ അത് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഫഹുവ എന്ന് പറഞ്ഞാൽ ഖൗലുനാ ഗുലാമു സെയ്ദ് എന്ന് വെക്കണം. ഗുലാമു സെയ്ദിൻ എന്നുള്ള നമ്മുടെ വാക്കാ പറയലാകുന്നത് മുറക്കബുൻ, അത് മുറക്കബാണ്, ലാ മുഫ്രദുൻ എന്തല്ല മുഫ്രദല്ല. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.